ചാപ്റ്ററിൽ ആരാണ് മെയിൻ ക്യാരക്ടർ എന്ന് നിങ്ങൾ പഠിക്കണം, എക്സാമിന് വരും. ടു എക്സ്പ്ലെയിൻ ദി സ്റ്റോറി എക്സ്പ്ലനേഷൻ ചെയ്യാനുണ്ടാവും അല്ലേ, അതായത് ഡിസ്ക്രൈബ് ചെയ്യാൻ, വിശദീകരിക്കാനുണ്ടാവും. ആൻഡ് വാട്ട് ഈസ് ദ മെസ്സേജ്, അതിലെ മെസ്സേജ് ചിലപ്പോൾ ഈ വിശദീകരണത്തിൽ ഈ മെസ്സേജ് ഉൾക്കൊള്ളിച്ച് കൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇത് എക്സ്പ്ലനേഷൻ തയ്യാറാക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ ജസ്റ്റ് തുടങ്ങാം അല്ലേ നമുക്ക്. അതിൽ ദ നൈറ്റ് ഈസ് ഡാർക്ക് ആൻഡ് സൈലൻറ്റ്. തുടങ്ങുന്നത് തന്നെ എന്താ, നൈറ്റാണ്, രാത്രി വളരെ ഡാർക്കാണ്, അല്ലെങ്കിൽ രാത്രി ഓൾറെഡി ഡാർക്കാണല്ലോ. ദെൻ നൈറ്റ് ഈസ് ഡാർക്ക് ആൻഡ് സൈലൻറ്റ്. എ യങ് ബോയ് ആൻഡ് ഹിസ് ഫാദർ ആർ എലോൺ ഇൻ ദ ഹട്ട് ഇൻ ദ മിഡിൽ ഓഫ് ദ ജംഗിൾ. കാടിൻ്റെ നടുവിലൊരു കുടിലാണ് നമ്മൾ കഥ തുടങ്ങുന്നത്. ആ കാടിൻ്റെ ഉള്ളിലെ നടുവിലെ കുടിലിൽ ഒരച്ഛനും മകനും എന്താണ്, ഒറ്റക്കാണ്. അച്ഛനും മകനും ഒരു കാടിൻ്റെ നടുവിൽ. അതാണ് നമ്മുടെ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്ന വിഷ്വലൈസേഷൻ, അതാണ്. അതിൽ നിന്നാണ് നമ്മുടെ ചാപ്റ്റർ തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കറക്റ്റ് അത് വേണം. നെക്സ്റ്റ്, സൂൺ ദ ഫാദർ ലീവ്സ് ഹിസ് സൺ അലോൺ ആൻഡ് ഗോസ് ഔട്ട് ഇൻ ടു ദ ജംഗിൾ. പെട്ടെന്ന് അച്ഛൻ എന്ത് ചെയ്യുന്നു, മകനെ തനിച്ചാക്കി കാടിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു. അപ്പോൾ അവിടെ എന്തോ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നില്ലേ, നമ്മൾ സ്റ്റാർട്ടിംഗ് ആണ് കാണിക്കുന്നത്. വേർ ഡസ് ഹി ഗോ ആൻഡ് വൈ, അദ്ദേഹം എങ്ങോട്ടാണ് പോയത്, എന്തിനാണ് പോയത്, എന്തുകൊണ്ടാണ് പോയത് എന്നുള്ളതൊക്കെ അതിൻ്റെ ആൻസറാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായി വരും, ഹു ഈസ് ദ മെയിൻ ക്യാരക്ടർ ആരാന്നുണ്ടാവും. അവരുടെ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു എക്സ്പ്ലനേഷൻ എക്സാമിന് ചോദിക്കും. പിന്നെ അച്ഛൻ എന്തുകൊണ്ടാണ് മകനെ, വൈ ഡസ്, ഇതിൽ തന്നെ ചോദിച്ചു കണ്ടോ, വേർ ഡസ് ഹി ഗോ, എങ്ങോട്ടാണ് അച്ഛൻ പോയത്, ആൻഡ് വൈ, എന്തുകൊണ്ടാണ് പോയത്. ഇതൊക്കെ തന്നെയാണ് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യനും. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ എക്സാമിന് എങ്ങനെയാണോ വരുന്നത് അതിൻ്റെ പ്രിപ്പറേഷൻ ആയിരിക്കും നമ്മുടെ കണ്ടന്റും നമ്മുടെ പാഠഭാഗവും ആ ലെവലിലാണ് പോണത്. അപ്പോൾ അതിൽ പറയുന്നത് ഒബ്ജക്റ്റീവ്സിൽ പറയുന്നത് എന്താണ്, റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് സ്റ്റോറി ഇൻ ഇംഗ്ലീഷ് ആൻഡ് യൂസ് ദ ഇൻഫിനിറ്റീവ് ആൻഡ് അപ്രോപ്രിയറ്റ്ലി പാർട്ടിസിപ്പേറ്റ്, എഡിറ്റ് ദ റൈറ്റിംഗ് ആൻഡ് ഗിവ് ദ മെസ്സേജ്, അങ്ങനെ കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് പാഠം തുടങ്ങാം. ടെമ്പു, TEMBU, ടെമ്പു. എന്താണ് ടെമ്പു എന്ന് പറയുന്നത്, എന്താണെന്നല്ല, ആരാണ് ടെമ്പു അല്ലേ. ടെമ്പോ എന്നൊക്കെ പണ്ടൊക്കെ ടെമ്പോ എന്നറിയില്ല, എന്തിന് നമ്മൾ ഈ പിക്കപ്പ് മാനൊക്കെ അല്ലേ, ഈ ഇപ്പോഴത്തെ എന്താ പറയുക, മറ്റേ ഞാൻ മറന്നുപോയി, കല്ലൊക്കെ ടിപ്പറില്ലേ, അതിന് നമ്മൾ ടെമ്പോ വാൻ ഇപ്പോഴും പറയും തോന്നൂലേ, ടെമ്പോ വാൻ, അതേപോലെ ഒരു പേരാണല്ലേ ടെമ്പു, TEM. അപ്പം നമ്മുടെ ആൻസർ ആണ് മിസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ TEMBU, ടെമ്പോ. ഹു ഈസ് ടെമ്പു, he is the son in this character and in this story, and he is the main character in this story. That name was ടെമ്പു. എന്താ പേര്, ടെമ്പു എന്നായിരുന്നു. ഓക്കെ, മറന്നു പോകരുത്. നെക്സ്റ്റ്, ദാറ്റ് ബോയ് ഓപ്പൺ ഹിസ് ഐസ് ആൻഡ് ഡാർക്ക് ആൻഡ് വണ്ടർഫുൾ ഹിസ് ഫാദർ വാസ് റെഡി ടു ലീവ് ദ ഹട്ട് ആൻഡ് നൈറ്റ്ലി എറൺ. അപ്പോൾ ഇവന് ടെമ്പു ഇവനെ കണ്ണ് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ അച്ഛൻ ജോലിക്ക് പോകാൻ ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇവൻ കാണുന്നത്. ദർ വാസ് നോ മൂൺ ദാറ്റ് ലൈറ്റ്. അന്ന് ആ രാത്രി ചന്ദ്രൻ ഉണ്ടായിരുന്നില്ല. ആൻഡ് deathly stillness of the surrounding jungle was broken only occasionally by the shrill cry of the cicada. അല്ലെ തന്നെ ജംഗിളിൻ്റെ നടുവിലൊരു കുടിൽ, അർദ്ധരാത്രി ജോലിക്ക് പോകുന്ന അച്ഛൻ, മകൻ ഒറ്റയ്ക്കൊരു കുടിൽ. അപ്പോൾ തന്നെ നമുക്ക് അവിടെ ഒരു ഒരു സഹതാപം അല്ലെങ്കിൽ ഒരു പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം, ഭയാനകമായ ഒരു അന്തരീക്ഷമാണല്ലോ കാടിനുള്ളിൽ ഒരു കുടിൽ ഒറ്റയ്ക്ക് നിൽക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ധൈര്യമൊക്കെ വേണം. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ എന്താ അവിടെ പറയുന്നത്, അങ്ങനെ ഒരു ധൈര്യമൊക്കെ വേണം. ഒക്കേഷണലി ടു ശ്രീൽ എ ക്രൈ ടു cicada sometime from far off came to follow hammering to woodpecker. അതായത് വുഡ്പെക്കർ, മരംകൊത്തി പക്ഷീൻ്റെ ഒച്ച. അപ്പോൾ പെട്ടെന്ന് നമ്മൾ കാടിന് നടുവിലൊക്കെ പെട്ടുപോയാൽ നമ്മൾ പലതരം ജീവികളുടെ സൗണ്ടും കേൾക്കൂലേ. അല്ലാതെ തന്നെ നമ്മൾ നാട്ടും പുറത്ത് തന്നെ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങുമ്പോൾ അർദ്ധരാത്രി ജസ്റ്റ് നമ്മളൊന്ന് കണ്ണുറന്നാൽ ജസ്റ്റ് എന്ത് ചെയ്യാം, ചുറ്റുഭാഗത്തുള്ള കേൾക്കാത്ത സൗണ്ട് നമുക്ക് ചിലപ്പോൾ കേട്ടെന്ന് വരും. ഒരു 1 o'clock and 2 o'clock ഉണ്ട്, അർദ്ധരാത്രി 1 മണി 2 മണിൻ്റെ സമയത്തൊക്കെ രാത്രി മുറ്റത്ത് പോയി പിന്നെ പറയേണ്ട, ബോധം കിടും, മിക്കവാറും ബോധം പോകും. അതല്ലാതെ നോർമലി ഒരാളെ എന്താ മിസ് പറഞ്ഞ കുട്ടികളാവുമ്പോൾ അല്ലേ, നമ്മളൊരു ബോയിൻ്റെ കഥയല്ല, ഒരു ബോയിയാണ്, ഒരു ആൺകുട്ടിയാണ്. അപ്പോൾ കാണിൻ്റെ കാര്യം പറയണ്ടല്ലോ, പലതരം സൗണ്ടുകളായിരിക്കും. ഇവിടെ ഇപ്പോൾ പറയുന്ന സൗണ്ട് എന്തായിരിക്കും, വുഡ്പെക്കർ, മരം കൊത്തി പക്ഷിയുടെ മരം കൊത്തുന്ന സൗണ്ടാണ് ഇതിൽ പറയുന്നത് കേട്ടോ. There was a no moon that light and the deathly stillness of the surrounding jungle was broken only occasionally by the shrill cry of woodpecker and carried along the faint breeze. Breeze means മന്ദഭാരുതനാണ്, breeze means കാറ്റ്, നല്ല കാറ്റുണ്ട്. On the grunt of the wild boar could be heard in the dugger, favorite food, and for these sounds were rare. And silence of the forests always returned to the swallow of the upper. Then what is the situation of this that jungle എന്നുള്ള ചോദ്യത്തിന് ആൻസർ ആണ് ഒരു കാറ്റടിക്കുന്നു, ഒരു വയലൻ്റ് ആയിട്ട് മൊത്തത്തിൽ ഒരു അക്രമാന്തരീക്ഷം മണക്കുന്നുണ്ടോ എന്നൊരു സംശയം. ആൻഡ് Baldio, the watchman, was awake.
ആരാണ് ബാൽഡിയോ? ബാൽഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കഥാനായകൻ്റെ അച്ഛനാണ് ബാൽഡിയോ. ആരാണ് ബാൽഡിയോ? ദ വാച്ച്മാൻ ആണ് ബാൽഡിയോ. was away to he stretched himself slowly unbinding the heavy shawl that covered him. ഷോൾ ഇതില്ലേ ചെവിയും ഒക്കെ അവർ വാച്ച്മാൻമാർ രാത്രി പോകുമ്പോൾ മൊത്തം കണ്ണ് മാത്രം കാണിച്ചിട്ട് മുഖം ഇതിടുമല്ലോ. ആൻഡ് ക്ലോസ് ദ മിഡ് നൈറ്റ് ആൻഡ് ചിൽ ദ മെയ്ഡ് ഹിം ഷിവർ. തണുപ്പൊക്കെ ഉണ്ടോ? ഷിവർ വിറയ്ക്കുന്നതിനൊക്കെ എല്ലാം കോട്ട്. ദ സ്റ്റേഷൻ എ സ്മോൾ ഷാക്ക് ഓഫ് ബാക്ക് ദ ഹെവി ജംഗിൾ. അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു സ്റ്റേഷൻ ഉണ്ട്, റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ആ ജംഗിളിൻ്റെ നടുവിലൊരു സ്റ്റേഷൻ ഉണ്ട്. ഇറ്റ് വാസ് എ സ്റ്റേഷൻ ഇൻ എ നെയിം ഓൺലി. ദ ട്രെയിൻ ഓൺലി സ്റ്റോപ്പ്ഡ് ദർ ഇൻ ഓൾ എ ഫ്യൂ സെക്കൻഡ് ബിഫോർ എൻട്രിങ് ദ ഡീപ് കട്ടിംഗ് ദ ലെഡ് ടു ദ ട്യൂണൽ. മോസ്റ്റ് ട്രെയിൻ മേലെ ഷോൾ ഡൗൺ ബൈ ദ ടേക്കിംഗ് ആൻഡ് ഷാർക്ക് ബിഫോർ കട്ടിങ്. അതായത് ആ ഒരു ചില കാടൊക്കെ കടന്നു പോകുന്ന ട്രെയിൻ ഉണ്ടാവില്ല, അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു റെയിൽവേ ആണ്. അപ്പോൾ ഇവിടെ പെട്ടെന്ന് ട്രെയിൻ ചിലപ്പോൾ നിർത്തുന്നില്ല, ചിലപ്പോൾ പല ഭീകരജന്തുക്കളോ ആക്രമണങ്ങളൊക്കെ എന്താണെന്ന് അറിയുന്നില്ല. അങ്ങനെ അവിടെ ഉള്ള ഒരു ആരാണ്? വാച്ച്മാൻ ആണ് നമ്മുടെ നായകൻ. ഓക്കെ, ബാൽഡിയോ ഹു ഈസ് ദ വാട്ട് ഈസ് ദ നെയിം ഓഫ് ഫാദർ? ആരാണ്? ബാൽഡിയോ. അതിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് മിസ് പറയാം. BALDEO ബാൽഡിയോ. ഓക്കെ, ഇത് ടെമ്പു, ഇത് സണ്ണാണ് അല്ലേ, ഇത് ഫാദറാണ്. ഫാദറിൻ്റെയും മകൻ്റെയും കഥയാണ്. ഓക്കെ, അപ്പൊ മകൻ ടെമ്പു, ഫാദർ ബാൽഡിയോ. ഹീസ് എ വാച്ച്മാൻ. മിസ് എഴുതണ്ടല്ലോ, ഹീസ് എ വാച്ച്മാൻ. And Baldio was responsible to signaling whether not be tunnel was a clear of obstruction. His manual signal stood before the night was his duty see the lap of burning. And അപ്പോൾ എന്താണെന്ന് അറിയാം, ഇദ്ദേഹം ടോർച്ച് കത്തിച്ചിങ്ങനെ കാണിച്ചു കൊടുത്തിട്ടാണ് അപകടത്തിന് സിഗ്നൽ കൊടുക്കുന്നതും പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അദ്ദേഹമാണ് അവിടെ വാച്ച്മാനായി നിൽക്കുമ്പോൾ ആ ഡ്യൂട്ടി സത്യസന്ധമായി ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ നായകനല്ല ഈ ഫാദർ. And the overland passed through the safely. Shall I come to father? അപ്പം അവൻ ചോദിക്കുക തമ്പു, shall I come to father? ഞാനും കൂടി വരട്ടെ അച്ഛാ. Ask Tambu sleepily. ഉറക്കത്തിലുമാണ് ചോദിക്കുന്നത്, അച്ഛാ ഞാൻ വരട്ടെ. അപ്പോൾ still lying in the handle in a പിന്നെ കോർണർ ഓഫ് ദ ഹാർട്ട്. അപ്പം നോ ഇറ്റ്സ് കോൾഡ് ടു നൈറ്റ്, ഡോണ്ട് ഗെറ്റ് അപ്പ്, നോട്ട് ടു ഗെറ്റ് അപ്പ് മൈ സൺ. മോനെ നല്ല അർദ്ധരാത്രിയാണ്, തണുപ്പുണ്ട്, നീ നീക്കേണ്ട മോനെ എന്ന് അച്ഛൻ തിരിച്ച് പറയുന്നു. ടെമ്പു വാസ് ദ 12 years ബോയ്. എത്ര ടെമ്പുവിനെ പറ്റി ചോദിക്കൂട്ടോ, ഹൗ ഇസ് ടെമ്പു ആൻഡ് ടെമ്പുവിനെ പറ്റി ചോദിച്ചാൽ എന്താണ്? ടെമ്പു വാസ് എ 12 years old ബോയ് ആൻഡ് ഡിഡ് നോട്ട് ഓൾവേസ് സ്ലീപ്പ് വിത്ത് ഹിസ് ഫാദർ അറ്റ് ദ സ്റ്റേഷൻ ഫോർ ഹി had also help in home and his mother and small sister were usually alone. അവനൊരു അമ്മ ഉണ്ട്, ചെറിയൊരു അനിയത്തി ഉണ്ട്, അവരൊക്കെ നോക്കണം. And they lived in a small tribal village on the ഔട്ട്സ്കേർട്ട് ഓഫ് ഫോറസ്റ്റിനുള്ളിൽ ഒരു ട്രൈബൽ വില്ലേജ്, ആദിവാസി ഗ്രാമത്തിലൊരു കുടിലിലാണ് ഇവർ താമസിക്കുന്നത്. അബൌട്ട് 3 miles ഫ്രം ദ സ്റ്റേഷൻ ദർ സ്മോൾ റൈസ് ഫീൽഡ് നോട്ട് പ്രൊവൈഡ്. ചെറിയൊരു വയലുണ്ട്, ആ വയലിൻ്റെ provide them to more than a bare living. And Baldio considering himself lucky and have to good job and lucky this small were signal to stop. അദ്ദേഹത്തിന് ഇഷ്ടമാണ്, അദ്ദേഹം ലക്കിയാണെന്നാണ് പറയുന്നത്. കാരണം ഒരു വയൽ, അവിടെ റൈസൊക്കെ കിട്ടും, നെല്ലും അരി ചോറൊക്കെ കിട്ടും, പിന്നെ ഒരു വയലിൻ്റെ കരയിലാണ്. പിന്നെ എന്താ പറയുന്നത്, ഈ അമ്മയും അനിയത്തിയും അമ്മയും ഉണ്ട്, അവരൊക്കെ കെയർ ചെയ്തങ്ങാട്ട് മകനും ഉണ്ട്. അങ്ങനെ ഒരു നല്ലൊരു സന്തോഷമായ ലൈഫാണെന്നാണ് പറയുന്നത്. ഓക്കെ, and at minute Baldio goes out his hut and thick forest. The jungle is full of dangerous animal. ആ ജംഗിൾ എപ്പോഴും ഡേഞ്ചറസ് ആനിമലാണ്. ബട്ട് Baldio has job to do and important. അദ്ദേഹത്തിന് പറയും, എനിക്ക് എൻ്റെ ജോലിയാണ് ബ്രദർ, നീ എന്ത് ജന്തുക്കൾ വന്നാലും എനിക്ക് അത്ര പേടിയൊന്നുമില്ല. അദ്ദേഹം പോകുന്നു. ഗ്യാതറിങ് ഈ ഷോൾ ക്ലോസർ അബൌട്ട്. ഷോൾ എടുത്തിട്ട് മൊത്തം അയാൾ പുതയ്ക്കുന്നു. ആൻഡ് സ്റ്റംബിൾ ഓൺ സംടൈം എലോങ് ദ റെയിൽ സംടൈം എലോങ് ദ ബാലൻ. ഹി ലോങ് ടു ഗെറ്റ് ബൈ വാം ആൻഡ് കോർണർ ഓഫ് ദ ഹട്ട്. അദ്ദേഹം കുടിലിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ജോലിക്ക് പോയി. ആൻഡ് പിന്നെ പ്ലേസ് വാസ് ഇൻക്രീസ് ബൈ നൈബറിംഗ് ഹിൽസ് ആൻഡ് ദ മെയിൻ ലൈൻ threateningly and entering cutting on a sheer rock walls towering high above the rails. Baldio could not help thinking about the wild animal he might encounter. He had heard many tales of the famous tunnel tiger, a man eater. മനുഷ്യമൃഗമാണ് അല്ലേ? ചില മൃഗങ്ങൾ എന്ത് ചെയ്യും, മനുഷ്യരെ തിന്നുന്നവരെ ഒരു മൃഗത്തിൻ്റെ മുന്നിൽ പെട്ടുപോയി ഇദ്ദേഹം. which has surprised the frequent spot hardly believed these stories for since his arrival his place month ago he had not seen even heard a tiger. അതായത് കുറേ മനുഷ്യരെ തിന്നുന്ന കഥകൾ ഇദ്ദേഹം കേട്ടിട്ടുണ്ട് മൃഗത്തിൻ്റെ. there had of course been panthers only a few days ago. Villagers had killed one in their spear of axes. Baldio had occasionally heard the sawing of a partner calling the mate. I had not come to